നമ്മൾ തന്നെ അതും കാണേണ്ടി വരൂ ഏട്ടാ. നീ ഇപ്പോ എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്തിനാ ഡെയ്സി ഏട്ടനീന്നും അകറ്റി നിർത്തിയത്? അതിനെന്തെങ്കിലും ഒരു കാരണം പറയാൻ ഏട്ടനുണ്ടോ? ഇപ്പൊ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റാനുള്ള ഉപകരണങ്ങളെല്ലാം എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവും. ദേ, അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ കൊണ്ടാ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത്. അപ്പൊ കേട്ടില്ലല്ലോ. കണ്ടില്ല ശാലിനി, നമ്മുടെ അമ്മയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ? അമ്മ എവിടെ ഉണ്ടെന്ന് അറിയാവുന്നവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ പറയില്ല. പറഞ്ഞ അമ്മയെ തിരക്കി ചെന്നാലോ, അല്ലേ? എന്നെ നീ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ വരികയാണോ? പിന്നെ അമ്മ എവിടെയുണ്ടെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഞാൻ നിന്റെ അമ്മയെ അങ്ങ് പുഴുങ്ങി തിന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ നിന്റെ പോലീസുകാരുമായിട്ട് ഗോപാലകൃഷ്ണൻ വരട്ടാൻ നോക്കിയല്ലോ. എന്നിട്ട് എന്തായി? ഇനി നീ ആരെയാ വിളിക്കാൻ പോകുന്നത്? ക്രൈംബ്രാഞ്ചിനെയോ അതോ CBIയോ? എങ്കിൽ കൊണ്ടുപാടി ഇങ്ങോട്ട്. ഗോപാലകൃഷ്ണൻ എന്തു നേരിടാൻ തയ്യാറായി തന്നെയാ നിൽക്കുന്നത്. അറിയാം. അങ്ങനെയൊരു ധൈര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളെ ആരെയും അറിയിക്കാതെ അമ്മയും കൊണ്ട് അച്ഛൻ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും പറയാതെ പോയത്. നീയൊക്കെ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ധരിച്ചോ. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത് ബാധിക്കുകയില്ല. നോക്ക്, എനിക്കൊരു സത്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന സത്യം. അതെന്നെ അവിശ്വസിക്കാത്ത കാലത്തോളം എനിക്കൊരു കുഴപ്പമില്ല. ശാലിനി ചോദിക്കുന്നതിലും കാര്യമില്ലേ അച്ഛ? ഈ സമയത്ത് അമ്മ ഇവിടെ വേണ്ടേ? അമ്മ എവിടെയാണെന്ന് അറിയാൻ ഞങ്ങൾക്കും അവകാശമില്ലേ? അവകാശത്തിന്റെ കാര്യം എന്നെ കൊണ്ട് പറയിക്കണ്ട. എത്ര പ്രാവശ്യം നീയൊക്കെ ശാരദ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന് വേണ്ടി അവളെ കഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതൊന്നും ആരും അറിഞ്ഞില്ല എന്ന് കരുതണ്ട. ഓഹോ, അപ്പൊ അച്ഛൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ അമ്മയെ കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ട് അച്ഛൻ അമ്മയെ രക്ഷിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാണോ? അതെ, സ്വത്തിന്റെ കാര്യം പറഞ്ഞത് ഞാനാ. കാരണം ആ വീട്ടിൽ നിൽക്കുന്നതും വീടും സ്ഥലവും ഇല്ലാത്തതും എനിക്കും വല്യച്ചിക്കുവാ. ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ടല്ലോ. ഇല്ലാത്ത ഞങ്ങൾക്ക് ആ വീടും പറമ്പ് എഴുതി തരാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഇതുകൊണ്ടൊക്കെ തന്നെയാ ആ വീട്ടിൽ ഞാൻ ഇറങ്ങി പോകാൻ പോയത്. ഒരാളെയും വേണ്ടെന്ന് വെച്ച് പോയാ മതിയായിരുന്നു ഒന്ന് പുറത്തു പോവുക. നമസ്കാരം മാഡം. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു പക്ഷേ ഇൻക്യുബേറ്ററില. പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഡോക്ടർ. എന്റെ മോളുടെ കാര്യം വളരെയധികം ഗൗരവത്തോടെ തന്നെയാ നോക്കുന്നത്. പിന്നെ പറഞ്ഞിരുന്നതുമാണല്ലോ. കുഞ്ഞിന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പും ഞാൻ നൽകിയിരുന്നതുമല്ല. പിന്നെ ഇതുവരെ എത്തിയത് ആരൊക്കെയോ ദൈവത്തെ വിളിച്ച കടാക്ഷം കൊണ്ടെന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഇതെത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളതിന് യാതൊരു പ്രതീക്ഷയില്ല. 48 മണിക്കൂർ കഴിഞ്ഞേ എന്തെങ്കിലും പറയാൻ പറ്റൂ. പ്രാർത്ഥിക്കുക. എന്തൊക്കെയാണ് അദ്ദേഹം നമുക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആയുസ് പോകാതെ നോക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടിപ്പോ ചെയ്യുന്നുണ്ട്. ഈശ്വരനെ വിളിക്കുക. ഞങ്ങൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ.
ഏട്ടാ ഉം. ഏട്ടൻ കിടക്കുന്നില്ലേ? നീ കിടന്നോ? ഏട്ടൻ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നേ? സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. ഞാനൊരിക്കലും കരുതിയിരുന്നില്ല ഡെയ്സി എന്നോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറുമെന്ന്. എന്നെ ഇത്രമാത്രം അപമാനിക്കാനും ദ്രോഹിക്കാനും എങ്ങനെ മനസ്സ് വന്നു? ഞാനവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നല്ലേ? ഇഷ്ടപ്പെട്ടിരുന്നതല്ലേന്ന്. അപ്പോ ഇപ്പൊ അല്ല. അത് തന്നെയാ കാരണം. ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നവര് പിരിയുമ്പോ ചിലർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോ മനസ്സ് പിടിച്ചാ കിട്ടുന്നിടത്ത് നിക്കണമൊന്നുമില്ല. അവരപ്പോ പ്രതികരിക്കും. അത് നല്ലവണ്ണം പ്രതികരിക്കും. ഇവിടെയും സംഭവിച്ചത് അതൊക്കെ തന്നെയാ. ചന്ദ്രേ, നീ പറഞ്ഞു വരുന്നത്? ഡെയ്സിയെ കുറിച്ച് തന്നെയാ. എവിടെയോ വായിച്ചെറിഞ്ഞ ഒരു വാചക എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. 1000 മുറിവുകൾ ഒരു പക്ഷെ വേദനിപ്പിക്കില്ല, എന്നാ പ്രിയപ്പെട്ടവരുടെ ഒരു മൗനം അതു മതി ഒരു ജന്മം മുഴുവൻ വേദനിക്കാൻ. ആ അവസ്ഥ തന്നെയാ ഏട്ടാ ഇപ്പൊ ഡെയ്സി ഉള്ളത്. ഏട്ടന് ചിലപ്പോ അത് മനസ്സിലാവണമെന്നില്ല, പക്ഷേ എനിക്കിന്നത് മനസ്സിലാവും. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാ. ഡെയ്സി ആത്മാർത്ഥമായിട്ടാ ഏട്ടനെ ഇഷ്ടപ്പെട്ടിരുന്നത്. പെട്ടെന്ന് ആ ഇഷ്ടം തിരിച്ചു കിട്ടാതായപ്പോ അവളുടെ മനസ്സ് തകർന്നു. ഇങ്ങനെ പോയാ തീർച്ചയായും ഒരു മുഴുഭ്രാന്തി. ഡെയ്സിക്ക് വരാൻ പോകുന്നതും അങ്ങനെ ഒരു ദുരന്തം തന്നെയായിരിക്കും. നമ്മള് തന്നെ അതും കാണേണ്ടി വരൂ ഏട്ടാ. നീ ഇപ്പോ എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്തിനാ ഡെയ്സി ഏട്ടനീന്നും അകറ്റി നിർത്തിയത്? അതിനെന്തെങ്കിലും ഒരു കാരണം പറയാൻ ഏട്ടനുണ്ടോ? മോളെ, അത് പിന്നെ പെണ്ണിന്റെ മനസ്സിന്ന് സ്നേഹവും പ്രണയവും ഒക്കെ നഷ്ടമായ പിന്നെ അത് പിന്നെ പകയായിട്ടൊക്കെ മാറും ഏട്ടാ. ഡെയ്സിക്ക് ഏട്ടനോട് പക തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഏട്ടൻ തന്നെയാ. ഏട്ടൻ ഡെയ്സിയിൽ നിന്നും അകന്നത് തന്നെയാ ഡെയ്സി ഇത്രയും വയലന്റ് ആക്കിയത്. അതിന്റെ അർത്ഥം ഡെയ്സിക്ക് ഇപ്പോഴും ഏട്ടനോട് പഴയ ഇഷ്ടമുണ്ടെന്നല്ലേ?